എൻ ദൈവത്തെ ഞാൻ വാഴ്ത്തും, മോദമുടങ്ങി സ്തുതി പാടും. വൻകാര്യങ്ങൾ എനിക്കായി ചെയ്തോരുന്നതനാളൻ ദൈവം. വൻകാര്യങ്ങൾ എനിക്കായി ചെയ്തോരുന്നതനാളൻ ദൈവം. വാഴ്ത്തും ഞാൻ എൻ ദൈവത്തെ, മോദമുടങ്ങി സ്തുതി പാടും. വൻകാര്യങ്ങൾ എനിക്കായി ചെയ്തോരുന്നതനാളൻ ദൈവം. ഈശോ ഇമ്മാനുവേൽ. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പരാമർശം രക്ഷകൻ്റെ 2 നാമധേയങ്ങളും അവ നൽകുന്ന സന്ദേശവുമാണ്. പാപത്തിൽ നിന്ന് മോചിക്കുന്ന രക്ഷകൻ ഈശോ, നമ്മുടെ കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ. പിറക്കാനിരിക്കുന്നവരുടെ പ്രസക്തിയും പ്രാധാന്യവും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിക്കും എന്നതാണ്. മത്തായി 1:21. മനുഷ്യൻ അനുഭവിക്കുന്ന അനവധി ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യനെ വിമുക്തനാക്കാൻ കഴിവുള്ള നിരവധി പേരുണ്ട്. എന്നാൽ പാപത്തിൽ നിന്ന് മോചിക്കാൻ യേശു മാത്രം. പാപം മനുഷ്യനിൽ ഉളവാക്കുന്ന കുറവ് നികത്താൻ യേശു മാത്രം. വചനവ്യാഖ്യാനത്തിൻ്റെ നവീന ആശയങ്ങൾ കണ്ടെത്തി സഹവൈദികർക്കും പ്രേക്ഷകർക്കും ആശയങ്ങളുടെ വേറിട്ട ജാലകങ്ങൾ തുറന്നു നൽകുന്ന ഫാദർ ജേക്കബ് ആക്കനത്ത്. തൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്ന വചനയാത്രയിൽ വിരിഞ്ഞ കവിതകളും വിചിന്തനങ്ങളും ജീവിത തപസ്യകളും ആത്മീയ വഴികളും നമ്മോടൊത്ത് വീണ്ടും നടക്കുകയാണ്. ചെറുപ്പം മുതലേ ദൈവവിചാരം, ദൈവവിശ്വാസം ഇങ്ങനെയുള്ള കാര്യത്തിൽ വളർന്ന ഒരു ബാല്യമാണ് എനിക്കുള്ളത്. പള്ളി വളരെ അടുത്താണ്. അപ്പോൾ ചെറുപ്പത്തിലെ പള്ളിയിൽ പോകുന്നു. അമ്മയുടെ കൂടെ, പെങ്ങന്മാരുടെ കൂടെ, അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ. അവരെല്ലാവരും വിശ്വാസികളും പള്ളിക്കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരാണ്. പിന്നെ കുർബാനയ്ക്ക് കൂടുന്നു. പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും കുർബാനയിൽ കൂടാനും പ്രസംഗം കേൾക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ അന്നേ താല്പര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 15 വയസ്സിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സഭയിൽ ചേർന്നു. ഞങ്ങൾ MCBS സഭയിലാണ് ചേർന്നത്. അത് കഴിഞ്ഞിട്ട് സെമിനാരി ഫോർമേഷൻ, പ്രാഥമിക ഫോർമേഷൻ 4 വർഷം യൂണിവേഴ്സിറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ ഫിലോസഫി, തിയോളജി പഠിക്കാൻ വേണ്ടി ധർമാരാം CMI സഭയുടെ ബാംഗ്ലൂരുള്ള സെമിനാരിയിലേക്കാണ് വിട്ടത്. അവിടെ ഫിലോസഫി പഠിക്കുന്ന കാലത്ത് വായനയൊക്കെ അല്പം കൂടി മെച്ചപ്പെട്ടപ്പോൾ പല കാര്യങ്ങളും അറിയാനും പഠിക്കാനും തുടങ്ങിയപ്പോൾ അന്ന് മുതൽ എഴുതാൻ തുടങ്ങി. അന്നത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സത്യദീപം, കർമ്മൽ കുസുമം, കുടുംബദീപം, പിന്നെ മനഃശാസ്ത്രം, അങ്ങനെയുള്ള മാസികകളിലൊക്കെ അന്നേ എഴുതുന്നുണ്ട് ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് ഫിലോസഫി കഴിഞ്ഞിട്ട് തിയോളജി പഠിക്കുമ്പോഴാണ് വചനത്തോട് കൂടുതൽ ആഭിമുഖ്യം വളരുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും തിയോളജിക്കും ബൈബിളും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ വചനത്തോട് പണ്ടേ ഉണ്ടായിരുന്നൊരു ആഭിമുഖ്യം അത് കൂടി വളർന്നു. അതിനുള്ള ഘടകങ്ങളും അന്നത്തെ കാലത്ത് ലഭ്യമായിരുന്നു. നന്നായിട്ട് പഠിപ്പിക്കുന്ന അച്ഛന്മാർ, ക്ലാസ്സുകൾ, പുസ്തകങ്ങൾ, മാസികകൾ, അങ്ങനെയൊക്കെ ഇതിനോട് ആഭിമുഖ്യം വളർന്നു. അത് ഒരു പുസ്തകത്തിൽ
ഇതിൻ്റെ രൂപത്തിൽ വന്നു. അതാണ് ആദ്യത്തെ പുസ്തകം. അത് ഡീക്കനായിരിക്കുമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. യേശുവിൻ്റെ കളരിയിൽ എന്നുള്ളൊരു പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം. അതൊരു ബൈബിൾ സുവിശേഷം പ്രത്യേകിച്ചും അതിനെപ്പറ്റിയുള്ള വിചിന്തനങ്ങളാണ്. ദേശാടനക്കാരനായ യേശുവിൻ്റെ ജനനത്തിൻ്റെയും തുടർന്നുള്ള ജീവിതത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സുവിശേഷങ്ങൾ വരച്ചു കാട്ടുന്ന ചിത്രം യേശു ഒരു ദേശാടനക്കാരൻ ആയിരുന്നു എന്നതാണ്. നിരന്തരമായ ഒരു യാത്രികൻ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മറിയത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ആ യാത്ര, ജനിക്കാനായി നസറത്തിൽ നിന്നും ബെത്ലഹേമിലേക്കുള്ള യാത്ര, ലൂക്ക 2:5. വൈകാതെ ഈജിപ്തിലേക്ക് പലായനം, മത്തായി 2:13. അവിടെ നിന്ന് ഇസ്രായേലിലേക്ക്, ഗലീലയിലേക്ക്, വീണ്ടും നസറത്തിലേക്ക് പരസ്യ ജീവിതത്തിനിടയിലും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ഒരുവനായിട്ടാണ് സുവിശേഷം യേശുവിനെ എടുത്തു കാണിക്കുക. വീട് മാറ്റം, കൂടുമാറ്റം, സ്ഥലം മാറ്റം, കുടിയേറ്റം എന്നിവയിലൂടെ മനുഷ്യരായ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ തത്വശാസ്ത്രം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് അംഗീകരിക്കുകയാണ് ദൈവപുത്രൻ. ആ വലിയ കുടിയേറ്റക്കാരൻ. അച്ഛനായതിനു ശേഷം ആദ്യത്തെ അപ്പോയിൻറ്റ്മെൻറ്റ് നമ്മുടെ വയനാട് ഒരു ഇടവകയിലായിരുന്നു, മാനന്തവാടി രൂപത. അത് കഴിഞ്ഞിട്ട് മിഷനിലേക്ക് പോയി 1 വർഷം ഷിമോഗ മിഷനിൽ. പിന്നത്തെ വർഷം ഞങ്ങൾ ആ ഒരു ധ്യാന ടീം തുടങ്ങുന്ന ആ സമയത്ത് മറ്റച്ഛന്മാരുടെ കൂടെ അന്ന് കുറ്റിക്കലച്ഛൻ, പിടിയപ്പറമ്പിലച്ഛൻ, മരിച്ചുപോയ പളത്താനത്തച്ഛൻ, വിൻസെൻ്റ് അച്ഛൻ, അവരൊക്കെ ഈ ടീമിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മലയാറ്റൂരുള്ള സന്നിധാന എന്ന് പറയുന്ന ആശ്രമം അവിടെ കേന്ദ്രീകരിച്ചാണ് ഈ ടീം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ പോയി, അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന മറ്റച്ഛന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വഴി പോയി. അങ്ങനെ 3 വർഷം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബോംബെക്ക് പോയി. ബോംബെക്ക് വിട്ടു. എന്നെ ഓഡിയോ വിഷ്വൽ പഠിക്കാൻ വേണ്ടിയാണ് പോയത്. ഈ അന്തരീക്ഷ ശ്രാവ്യ മാധ്യമങ്ങൾ അന്ന് വീഡിയോ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അന്ന് പറയപ്പെടുന്നത് ഓഡിയോ വിഷ്വൽ എന്നാണ്. അങ്ങനെ പഠിക്കാൻ ബോംബെയിൽ പോയി. ബോംബെയിൽ സെൻറ്റ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിൽ, അവിടെ പഠിക്കാൻ തുടങ്ങി. അതൊരു ചെറിയ കോഴ്സാണ്, 1 ഇയർ കോഴ്സാണ്. ഒരു 1.5 മണിക്കൂറാണ് എൻ്റെ ക്ലാസ് ആകെ ഓരോ ദിവസവും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 1.5 മണിക്കൂറിന് വേണ്ടി ബോംബെയിൽ കഴിയുന്നത്, അത് എൻ്റെ കൂടെ എന്തെങ്കിലും പഠിച്ചാലോ എന്നുള്ളൊരു വിചാരം വന്നു. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. സൈക്കോളജി PGക്ക് ചേർന്നു. ഡിഗ്രിക്ക് എനിക്ക് സൈക്കോളജി ഉണ്ടായിരുന്നു ഒരു വിഷയമായിട്ട്. അങ്ങനെ ഈ രണ്ടും കൂടി ഒന്നിച്ച് പഠിക്കുന്ന കാലം. അങ്ങനെ ഒരു 5 വർഷം ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അപ്പോഴാണ് കല്യാണരൂപത വരുന്നത്. കല്യാണരൂപത വന്നപ്പോൾ എന്നോട് സഹകരിച്ച് പിന്നെ 2-3 വർഷം വർക്ക് ചെയ്തു. എൻ്റെ കൂടുതൽ BEd എടുത്തു ബോംബെയിൽ നിന്ന് തന്നെ. 5 വർഷം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തിരിച്ച് ഷിമോഗയിൽ ഞങ്ങളുടെ സ്കൂള് ഹൈസ്കൂളായി. അപ്പോൾ അതിന് പ്രിൻസിപ്പൾ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അവിടെ ഷിമോഗയിൽ വന്നു. സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തു. ആ കാലത്താണ്. അപ്പം നമ്മൾ അച്ഛനെ കഴിഞ്ഞപ്പോൾ എപ്പോഴും കുർബാനയ്ക്ക് പ്രസംഗം പറയാറുണ്ടല്ലോ. അങ്ങനെ ഞാൻ പ്രസംഗങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഷിമോഗയിലായിരിക്കുമ്പോൾ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ ഈ പ്രസംഗങ്ങളെല്ലാം കൂടി ഒരു പുസ്തകമാക്കിയല്ലോ എന്നൊരു വിചാരം വന്നു. എൻ്റെ മാറ്ററൊക്കെ ഇതിലുണ്ട്, പ്രസംഗമായിട്ട് എഴുതണം. അങ്ങനെ എഴുതി 1998 ഒരു പുസ്തകമായിട്ട് പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം, വചനം വിളമ്പുന്ന നിമിഷം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് 2 വോളിയമായിട്ട് പകുതിയുമായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിന് ദീപികയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതാണ് ഹോമിലെറ്റിക്സ് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം.
പരിപൂജിതം പരിഭാവനം പരിപൂജിതം തവ നാമം പരിഭാവനം പരമോന്നതം പരിപൂജിതം തവ നാമം. എൻ ദൈവത്തെ ഞാൻ വാഴ്ത്തും മൂന്നമുഴങ്ങി സ്തുതി പാടും പൊൻകാര്യങ്ങളെനിക്കായി ചെയ്തോരുന്നതനോടൻ ദൈവം. എനിക്ക് അതിടയ്ക്ക് ഒരു ന്യൂറോയുടെ കംപ്ലൈൻറ്റ് തുടങ്ങി. ഈ സംസാരത്തിന് അല്പം കോട്ടം ഉണ്ടായി. ന്യൂറോയുടെ പ്രശ്നമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതൊരു പതുക്കെയായിട്ടാണ് തുടങ്ങുന്നു. സംസാരം സ്ലർ ചെയ്യുന്നു. ഈ കുടിച്ചവരൊക്കെ പൊളത്താനം പറയുന്ന പോലെയൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരിക്കലും ഞാനിങ്ങനെ നാട്ടിലേക്ക് വരാൻ പോകുന്ന യാത്രയിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു ചെറിയ വണ്ടി വന്നിടിച്ചു. ഞാൻ വീണു. എൻ്റെ ഈ തൈബോൺ ഫ്രാക്ചറായി. ആ യാത്രയിൽ കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടെ ആശുപത്രിയിൽ കാണിച്ചു. അവിടെ സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ സർജറി ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രൂവൊക്കെ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടായി. വാക്കറോ അല്ലെങ്കിൽ വടിയോ ഒക്കെ വെച്ച് വേണം നടക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതിപ്പോഴും തുടരുന്നു. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ഹോമിയോപതിക്സിനോടുള്ള താല്പര്യം കുറയുന്നില്ലല്ലോ. ഈ അതിൽ പ്രിക്കോഷനും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ താല്പര്യം വീണ്ടും കുറയാണ്ട് തന്നെ മുന്നോട്ട് പോയി. അതെല്ലാം കൂടി അവസാനം ഒരു വീണ്ടും രണ്ടാമത്തെ പുസ്തകം ഹോമിയോപതിക്സിൻ്റെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു. മംഗലപ്പുഴ സെമിനാരിയാണ് SH ലീഗ് അതിൻ്റെ 100ാം വാർഷികം. ഇതിനോടനുബന്ധിച്ച് എൻ്റെ പുസ്തകം കൂടി അവർ പരമ്പരയിൽപ്പെടുത്തി. സ്നേഹത്തിൻ്റെ സുവിശേഷം വചനവേദിയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സീറോ സഭയിലെ വർഷത്തിലെ എല്ലാ സൺഡേകളിലുള്ള പ്രസംഗം, പിന്നെ ചില അനുബന്ധത്തിൽ വിശേഷ ദിവസങ്ങളിലുള്ള പ്രസംഗങ്ങളെല്ലാം കൂടി കൂട്ടിയുള്ള പുസ്തകമാണ് ഈ പുസ്തകം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വചന പ്രഘോഷണത്തിൻ്റെ പുസ്തകമാണ്. വചനം വിളമ്പുന്ന നിമിഷം എന്നുള്ള ആദ്യത്തെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകം. രണ്ടും മിക്കവാറും 20 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പുസ്തകം ഇറക്കിയിട്ട് 20 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പുസ്തകം ഇറക്കാനുള്ള ഒരു അവസരം, ഭാഗ്യം കർത്താവ് തന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രസംഗക്കുറിപ്പുകൾ, അതുപോലെ തന്നെ റിഫ്ലക്ഷൻസ്, വിചിന്തനങ്ങൾ, വചനത്തിൻ്റെ വിചിന്തനങ്ങൾ പല മാസികളിലൊക്കെ എഴുതാറുണ്ട്. ഇപ്പോഴും എഴുതുന്നുണ്ട്. മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞ മാസികയിൽ വർഷങ്ങൾ, ഒരു 10-15 വർഷത്തോളം എഴുതിക്കൊണ്ടിരുന്നു. അതെല്ലാം കൂട്ടി ഒരു പുസ്തകമാക്കി, കുറേ ആർട്ടിക്കിൾസ് എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ പേരാണ് കൺകെട്ട്. നമ്മളെ തെയോ ബുക്സ് ഇറക്കിയതാണ് ആ പുസ്തകം ഒരു 10 കൊല്ലത്തിന് മുമ്പ്. ജേക്കബ് അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ പുതിയ ആശയങ്ങളും വചനത്തിൻ്റെ ആഴവുമൊക്കെ ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടാറുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആഴവും തെളിച്ചവും വളരെ കൂട്ടാറുമുണ്ട്. അച്ഛൻ്റെ ദൈവസന്നിധിയിലുള്ള ഈ കുത്തിയിരിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛന് ഈ പുതിയ ആശയങ്ങളും വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാനൊക്കെ സാധിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയോട് അച്ഛൻ്റെ ജീവിതം നമുക്ക് ഉപമിക്കാം. ഞങ്ങളുടെ സഭാ സ്ഥാപകരെ പോലെ കൂടുതൽ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ തപസ്സരിക്കുന്ന ഒരു ജീവിതമാണ് ജേക്കബ് പാക്കനത്ത് അച്ഛൻ്റേത്. മംഗളവാർത്താക്കാലം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സന്തോഷ വാർത്തയുടെ കാലമാണ്. വയോധികനായ സക്രിയയ്ക്ക് സന്തോഷം, വന്ധ്യയായ എലിസബത്തിൻ്റെ സന്തോഷം, മംഗളവാർത്ത കേട്ട മറിയത്തിൻ്റെ സന്തോഷം, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട എലിസബത്തിൻ്റെ ഗർഭസ്ഥ ശിശുവിന് കുതിച്ചു ചാടാൻ വേണ്ട സന്തോഷം,
യോഹന്നാന്റെ ജനന വാർത്ത കേട്ട് നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷം. ലൂക്ക 1:58. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി ഒരുവൻ വരികയാണ്. ലൂക്ക 2:10. അവൻ്റെ മുന്നോടിയുടെ വരവിൻ്റെ വൃത്താന്തവും ആനന്ദദായകമാണ്. വെറും ഭൗതിക സന്തോഷമല്ലിത്. ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിക്കുന്നതുമല്ല. സ്വർഗം ദൈവമാണ് ഈ ആനന്ദത്തിൻ്റെ ഉറവിടം. ആന്തരികവും ശാശ്വതമായ ആനന്ദമാണിത്. അങ്ങനെയുള്ള ഒരു ആനന്ദത്തിൻ്റെ കാലം ആരംഭിക്കുകയാണ് രക്ഷകന്റെ വരവോടെ. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ആത്മീയ പിതാവിനെ പറ്റി പറയുന്നത് ദ ഗ്രേറ്റ് ഗ്രേസ് എന്നാണ്. ഞങ്ങളുടെ ആധ്യാത്മിക ഗുരുനാഥനായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് ആക്കനത്തച്ഛനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ്. ദ ഗ്രേറ്റ് ഗ്രേസ് ദാറ്റ് ദ ലോർഡ് ഹാസ് ഗിവൺ അസ്. പ്രിയപ്പെട്ട ആക്കനത്തച്ഛൻ്റെ വാക്കുകളെക്കാളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെക്കാളും ഒക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും സാഹിത്യത്തിലും അദ്ദേഹത്തിനുള്ള ആഴമേറിയ അറിവും അനുഭവവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലും ഗാനങ്ങളിലും വചന വ്യാഖ്യാനങ്ങളിലും ഒക്കെയും തെളിമയോടെ പ്രസരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ അച്ഛൻ്റെ കവിതകൾ വായിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആനന്ദവും സ്വാതന്ത്ര്യവും ഒക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പുൽക്കൂട്ടിൽ വാഴുന്നോരുണ്ണിയെ കണ്ടു, അമ്മയാമേരീതൻ അരികത്തായി കണ്ടു. പുൽക്കൂട്ടിൽ വാഴുന്നോരുണ്ണിയെ കണ്ടു, അമ്മയാമേരീതൻ അരികത്തായി കണ്ടു. ആടുകൾ മാടുകൾ അവിടെല്ലാം കണ്ടു, മാനത്തൊരത്ഭുത നക്ഷത്രം കണ്ടു. ആടുകൾ മാടുകൾ അവിടെല്ലാം കണ്ടു, മാനത്തൊരത്ഭുത നക്ഷത്രം കണ്ടു. ആടുകൾ മാടുകൾ അവിടെല്ലാം കണ്ടു, മാനത്തൊരത്ഭുത നക്ഷത്രം കണ്ടു. ഗ്ലോറിയ മാലോകർ പാടുന്നു, ഗ്ലോറിയ വാനവൃന്ദങ്ങൾ പാടുന്നു, ഗ്ലോറിയ ലലല ഗ്ലോറിയ ലലല ഗ്ലോറിയ ഇൻ എക്സൽസസ് ദെയോ. മഞ്ഞിൽ കുളിച്ചൊരു രാത്രിയല്ലോ, വാനിൽ മാലാഖവൃന്ദത്തിൻ ഗീതമല്ലോ. മഞ്ഞിൽ കുളിച്ചൊരു രാത്രിയല്ലോ, വാനിൽ മാലാഖവൃന്ദത്തിൻ ഗീതമല്ലോ. ദൈവകുമാരനാമേശുനാഥൻ അന്ന് പൈതലായി പാരിൽ പിറന്നുവല്ലോ. ദൈവകുമാരനാമേശുനാഥൻ അന്ന് പൈതലായി പാരിൽ പിറന്നുവല്ലോ. ഗ്ലോറിയ മാലോകർ പാടുന്നു, ഗ്ലോറിയ വാനവൃന്ദങ്ങൾ പാടുന്നു, ഗ്ലോറിയ ലലല ഗ്ലോറിയ ലലല ഗ്ലോറിയ ഇൻ എക്സൽസസ് ദെയോ. പാരിൻ പ്രകാശമായി വന്നവൻ താൻ, മർത്യ പാപങ്ങൾ നീക്കുന്ന രക്ഷകൻ താൻ. പാരിൻ പ്രകാശമായി വന്നവൻ താൻ, മർത്യ പാപങ്ങൾ നീക്കുന്ന രക്ഷകൻ താൻ. പാപിയാം എന്നെയും ഓർക്കണമേ, നിന്റെ രാജ്യത്തിൽ എന്നെയും ചേർക്കണമേ. പാപിയാം എന്നെയും ഓർക്കണമേ, നിന്റെ രാജ്യത്തിൽ എന്നെയും ചേർക്കണമേ. പുൽക്കൂട്ടിൽ വാഴുന്നോരുണ്ണിയെ കണ്ടു, അമ്മയാമേരീതൻ അരികത്തായി കണ്ടു. പുൽക്കൂട്ടിൽ വാഴുന്നോരുണ്ണിയെ കണ്ടു, അമ്മയാമേരീതൻ അരികത്തായി കണ്ടു. ആടുകൾ മാടുകൾ അവിടെല്ലാം കണ്ടു, മാനത്തൊരത്ഭുത നക്ഷത്രം കണ്ടു. ആടുകൾ മാടുകൾ അവിടെല്ലാം കണ്ടു, മാനത്തൊരത്ഭുത നക്ഷത്രം കണ്ടു. ഗ്ലോറിയ മാലോകർ പാടുന്നു, ഗ്ലോറിയ വാനവൃന്ദങ്ങൾ പാടുന്നു, ഗ്ലോറിയ ലലല ഗ്ലോറിയ ലലല ഗ്ലോറിയ ഇൻ എക്സൽസസ് ദെയോ. ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്ത മറ്റൊരു കാര്യം,
കിട്ടിയ മറ്റൊരു കൃപ കുറേ പാട്ടുകൾ എഴുതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അത് നിവേദന സന്നിധിയിൽ പ്രാർത്ഥന കുർബാന അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ചില ഇങ്ങനെ പാട്ടുകൾ, അതായത് പാട്ടിൻ്റെ വരികൾ അല്ലെങ്കിൽ എല്ലാ ആശയം ഒക്കെ വരും. അപ്പം ഞാൻ എഴുതി വയ്ക്കും. അങ്ങനെ കുറേ പാട്ടുകളായി. 2 വർഷം കൊണ്ട് 500ഓളം പാട്ടുകൾ, ഭക്തിഗാനം അല്ലെങ്കിൽ ഗോസ്പൽ സോങ്സ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട പാട്ടുകൾ എഴുതി. അപ്പം അത് സഭയുടെ FCBS സഭയുടെ നവതിയായിരുന്നു ഈ വർഷം. അപ്പം അതിൻ്റെ അവളനുബന്ധിച്ച് അപ്പോൾ അതെല്ലാം കൂടി അതിൻ്റെ അകത്ത് 375 പാട്ടുകൾ ചേർത്തിട്ട് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു നമ്മളെ MCBS സഭ ജനറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് കർത്താവിൻ്റെ ഒരു പുതിയ കീർത്തനം പാടുവിൻ. അത് ആ പുസ്തകമാണിത്. 365 പാട്ടുകളാണ്. പല കാറ്റഗറിയിൽപ്പെട്ട മരിയൻ സോങ്സ് ഉണ്ട്, ആരാധനാ പാട്ടുകൾ, കുർബാനയുടെ പാട്ടുകൾ, പൊതുവായിട്ടുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകളുടെ സമാഹാരം. അപാരതെ എന്നരികിലണയാൻ നീ കനിവായല്ലോ, പരംപ്രസാദം എനിക്കായെന്നും നീ പകുത്തു തന്നല്ലോ. സാഗരമങ്ങ് ഞാനാം തുള്ളിയിൽ വിരുന്നു വന്നല്ലോ, ആരും ചെയ്യാത്ത അത്ഭുതമങ്ങേ പ്രിയനായി ചെയ്തല്ലോ. കാരുണ്യക്കടൽ എന്നിൽ വന്നതിൻ കാരണമെന്തെന്നോ, കാരുണ്യക്കണമായി ഞാൻ മാറുന്നതിനായാണല്ലോ. നന്ദി പറഞ്ഞു നമിക്കാം നിന്നെ, ഹൃത്തിൽ പൂജിക്കാം, ജീവിതമൊരു സങ്കീർത്തനമാക്കാം, സ്തുതിസാഗരമാക്കാം. ശ്രുതിമാറാതെ സ്വരസ്ഥാനങ്ങൾ പരിശീലിക്കുകയാകാം. കുഞ്ഞിപ്പൈങ്കിളി കൂട്ടിലിരുന്ന് പാട്ടു പഠിക്കുകയാകാം. ശ്രുതിമാറാതെ സ്വരസ്ഥാനങ്ങൾ പരിശീലിക്കുകയാകാം. പ്രാർത്ഥന, വിചിന്തനം, ചിന്ത, ധ്യാനം, വായന, ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ചില ആശയങ്ങൾ തെളിഞ്ഞു വരും. പല രീതിയിലുള്ള അങ്ങനെ ആശയങ്ങൾ വരുന്നത്. ഒരു രീതി നമ്മൾ പല കാര്യങ്ങളും അടുക്കി വയ്ക്കുമ്പോൾ ഒരു ഓർഡർ കിട്ടുമല്ലോ. നമ്മൾ കൊളാഷൊക്കെ ഉണ്ടാക്കുന്ന പോലെ പല പീസുകളാണ് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പുതിയ ഫിഗർ വരുന്നു, പുതിയ അർത്ഥം വരുന്നു, പുതിയൊരു ആശയം വരുന്നു. അത് അങ്ങനെ ആർട്ടിലൊക്കെ ഉണ്ടല്ലോ, കല, ഈ ചിത്രരചനയിൽ, പെയിൻറ്റുകളിലൊക്കെ അങ്ങനെ ഒരു സംഗീതമുണ്ട്. പല പീസുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരു മെത്തേഡ്. പിന്നെ ചില വെളിച്ചങ്ങൾ കിട്ടുന്നു. ഒരു മുറിയിൽ, ഇരുട്ടുമുറിയിൽ ഒരു വെളിച്ചം വരുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ ഇരുട്ടത്ത് കാണാതിരുന്ന പല സാധനങ്ങളും വെളിച്ചം വരുമ്പോൾ കാണുന്നു. അതല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അനുഭവമാണത്. എന്ന് പറഞ്ഞ പോലെ വചനത്തിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് ചില വെളിച്ചങ്ങൾ കിട്ടുമ്പോൾ അതിനെ കുറേയും കൂടി പ്രകാശമാനമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ അനുഭവങ്ങളുമുണ്ട്. അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ കുറേയും കൂടി ഉറപ്പിക്കപ്പെടും. നമുക്ക് കൺവിക്ഷൻ കൂടും, ബോധ്യമാവും, ഇത് സത്യമാണല്ലോ, എൻ്റെ അനുഭവം കൂടി അതാണ് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മറിച്ചും അനുഭവത്തിലൂടെ ചില വചനങ്ങൾ തെളിയിക്കപ്പെടും. ഇപ്പോൾ ഒരു വചനം കർത്താവ് പറയുന്നുള്ള എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട്, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. വളരെ ശക്തമായൊരു വചനമാണ്. ലൂക്ക 24 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ് വചനം. നമ്മുടെ ജീവിതത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ചുരുക്കമാണ് പറഞ്ഞത്. ഏത് മനുഷ്യനാണ് സകലം കൂടാനുള്ള മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഒരു മനുഷ്യനുമില്ല. മഹത്വമാണെങ്കിൽ സകലത്തിലൂടെ പോകണം. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, സ്ട്രെയിൻ
അതിൻ്റെ പെയിൻ, അതിലൂടെയാണ് മനുഷ്യൻ മഹത്വത്തിലേക്ക് പോകുന്നത്. അത് സത്യമാണ്. അതിനെ നിരാകരിക്കാനും പറ്റില്ല, നിഷേധിക്കാനും പറ്റില്ല, അവഗണിക്കാനും പറ്റില്ല. നമ്മളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, നമുക്കാർക്കും സകലം ഇഷ്ടമല്ല ഒരു മനുഷ്യനും. പത്രോസ് പറഞ്ഞില്ലേ, നിനക്ക് തോന്നുന്നത് സംഭവിക്കാതിരിക്കട്ടെ. ക്രിസ്തു എന്ത് പറഞ്ഞപ്പോഴാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ വളരെയേറെ സഹിക്കണം, പീഡിപ്പിക്കപ്പെടണം, അവമാനിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം, കൊല്ലപ്പെടണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത് നിനക്ക് തോന്നുന്നത് സംഭവിക്കാതിരിക്കട്ടെ. അത് മനുഷ്യൻ്റെ ഒരു പ്രതിനിധിയാണ് ഉള്ള പത്രോസ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, നമുക്കാർക്കും സകലം ഇഷ്ടമല്ല. പക്ഷെ അതാണ് കർത്താവ് തിരുത്തുന്നത്. അത് മാറ്റാൻ പറ്റില്ല. ഈ പാലപത്രം മാറ്റണമെന്ന് കർത്താവ് പോലും പ്രാർത്ഥിച്ചു. എന്നിട്ട് മാറ്റിയോ? പിതാവ് മാറ്റിയില്ല. എടുക്കണം. യു ഹാവ് ടു ടേക്ക് ഇറ്റ്, നോട്ട് ടു റിമൂവ് ഇറ്റ്. ഇതാണ് പ്രതിസന്ധി. മനുഷ്യരെ എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഇതാണ്. സകല ഈ പാനപാത്രം എടുക്കണോ, അകറ്റണോ, മാറ്റിക്കളയണോ, ഇത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട് ഈ പ്രശ്നം. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, ദൈവത്തിൻ്റെ മറുപടി, യു ഹാവ് ടു ടേക്ക് ഇറ്റ്. എടുക്കാനുള്ള നിവൃത്തിയില്ല. ഇത് എനിക്ക് അനുഭവമായിട്ട് തീർന്നു. എൻ്റെ ഈ രോഗങ്ങളും ഈ ആക്സിഡൻറ്റും അതിനുശേഷമുള്ള നടക്കാനുള്ള ബുദ്ധിമുട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഈ കാര്യം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നല്ലേ. അപ്പോൾ മറ്റൊരു പ്രത്യാശയുടെ വചനം, സന്ദേശമില്ലാത്തുള്ളത്, സകലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, മഹത്വത്തിലേക്കുള്ള വഴിയാണിത്. മഹത്വത്തിലേക്ക് ഈ സകലങ്ങൾ വേണ്ട അർത്ഥത്തിൽ വേണ്ട പോലെ എടുത്തു കഴിഞ്ഞാൽ അത് മഹത്വത്തിലേക്ക് നയിക്കും. മഹത്വത്തിൽ രണ്ടും ഓരോ ഉള്ളത്തേക്ക് അതിനെ നയിക്കാൻ പറ്റില്ല. അത് ജനത്തെന്ന് മഹത്വത്തിലാണ്, അതിൻ്റെ സംശയമില്ല. അതാണ് അതിൻ്റെ ഒരു സംശയത്തെ രൂപമാണ് ക്രിസ്തുവിൻ്റെ ജീവിതം. അതാണ് ക്രിസ്തു അവസാനം ഈ ശിഷ്യന്മാരോട് എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ.